ഹലോ, നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഞാനിവിടെ പലതരത്തിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കണ ഈ മെത്തേഡ് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കണതാണ് ഇഷ്ടം. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് ഞാനിവിടെ 1/2 കിലോളം ചിക്കനുണ്ട്. നമ്മൾ കണ്ടിച്ചു കൊണ്ടുവന്നതിനകത്ത് നിന്ന് വലിയ കഷ്ണങ്ങൾ നോക്കി മാത്രം ഞാൻ മാറ്റിയതാണ്. അതിനകത്ത് ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു 10-20 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഇതൊരു 3 സവോള അരിഞ്ഞിട്ടുണ്ട്. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 4 പച്ചമുളകും. നിങ്ങൾ ഓർക്ക് ഇതിന് 2 സൈസിൽ സവോള അരിഞ്ഞ് വെച്ചേക്കണേന്ന്. ഇത് ഞാൻ കറിക്ക് വേണ്ടിയിട്ടും ഇത് ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നെയ്യിൽ വറക്കാൻ വേണ്ടിയിട്ടും അരിഞ്ഞ് മാറ്റി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ 2 തക്കാളിയും കൂടെ വേണം. അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം ഞാൻ ഈ ഗ്ലാസ് ഇതിനകത്താണ് അരി എടുത്തേക്കണത്. ഈ ഗ്ലാസ്സിൽ 1.5 കപ്പ് അരി നന്നായിട്ട് കഴുകി ഞാൻ വെള്ളത്തിട്ട് വെച്ചേക്കണം. ഇത് ബസ്മതി റൈസാണ്. 1/2 മണിക്കൂർ കൂടുതൽ കുതുക്കരുത് കേട്ടോ. 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ നമുക്ക് കുതിർത്ത് വയ്ക്കാം. പക്ഷേങ്കിൽ 30-ൽ കൂടി പോകരുത്. ഇപ്പം ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല കേട്ടോ, സാധാരണ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഞാൻ ഒഴിച്ച്. നെയ്യിലല്ല ഉണ്ടാക്കുന്നത്, എണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ അതിനകത്തേക്ക് ഇടാവേ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അത് ഒത്തിരി അങ്ങ് ഭയങ്കര ഡീപ് ഫ്രൈ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ മസാലയൊക്കെ ഉള്ളിലൊന്ന് ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമാണ്. ഇപ്പം ഇത് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 50% കുക്കേ ആയിട്ടുള്ളൂ. എന്നിട്ട് ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ചെടുക്കുന്നില്ല. ഈ എണ്ണയിൽ തന്നെ ബാക്കി കറി അങ്ങോട്ട് ഉണ്ടാക്കുക ചെയ്യുന്നത്. ഈ എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. സവോള ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണയ്ക്കകത്തൊന്ന് മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ അതിനകത്ത് മറ്റേതിൻ്റെ മസാല എല്ലാം കൂടെ സവോളയിൽ പിടിച്ചോളും. ഇന്നത്തെ ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട്. ഇനിയിപ്പം ഞാൻ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തായിരുന്നേ. അത് ഞാൻ ചതച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ഇളക്കി എടുത്തു കൊടുക്കാം നമുക്ക്. ഈ മുഴുപ്പിൽ 2 തക്കാളി കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പുളിയുടെയൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ ഒരു ചെറുതും കൂടെ എടുക്കാം. ഞാൻ ആ മുഴുപ്പിലുള്ളൊരു 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നോക്ക്, സവോള എൻ്റെ ഏകദേശം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആ തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കുറച്ച് മല്ലിയിലയും ഒരു പൊടിക്ക് കരിവേപ്പിലയും, കരിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഒത്തിരി കരിവേപ്പില ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. അടച്ചു വയ്ക്കണ ആ തക്കാളി ഒന്ന് നന്നായിട്ട് അതിനകത്ത് വെന്ത് ഉടയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് അടച്ചു വെച്ച് നമുക്കത് വേവിക്കാം. ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അതിനകത്ത് മസാലയുടെ കൂടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡ്രൈ മസാലകളൊക്കെ ഇടാം കേട്ടോ. ഇതിനകത്ത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എൻ്റെ മുളകിനകത്ത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള പൊടിയും അങ്ങനെ ഞാൻ മിക്സ് ചെയ്താണ് വയ്ക്കുന്നത്. ഇത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. ഇത് 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1.5 ടീസ്പൂൺ ഉണ്ട് കേട്ടോ ബിരിയാണി മസാല. അത് ബിരിയാണി മസാല ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബിരിയാണി മസാലയാണ്. അതെല്ലാം കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ടു. ഇനി അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കാതെ മൂപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഡ്രൈ ആണ് നിങ്ങളുടെ മസാല എന്ന് തോന്നുവാണെങ്കിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം കരിയാതെ നമുക്ക് അത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും.
ഇത് എനിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് കാരണം ഞാൻ അതിൽ തന്നെയാണ് മസാല ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതേ മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. എണ്ണയൊക്കെ പതുക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഗ്രേവിക്കകത്ത് തന്നെയാണ് അരി വേവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 1.5 കപ്പ് വെള്ളമുണ്ട്. 1.5 കപ്പ് വെള്ളം ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് തിളക്കിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഞാനൊന്ന് അടച്ചു വെച്ചു. ഇത് ഞാൻ അരി കുതിർന്നത് എടുത്ത് വെള്ളം വാലാനായിട്ട് വെച്ചേക്കുവാണ്. അരമണിക്കൂറായിരുന്നു എൻ്റെ അരി. എൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 3 മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ക്യാമറയിൽ വന്നില്ല. അത് 3 മുട്ട ഞാൻ പുഴുങ്ങിയത് ഒരു ചിക്കൻ ഒരു ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മുട്ടയും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കുറച്ച് ഇതിൻ്റെ കൂടെ ഒന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങി വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഇതിനകത്ത് മറ്റേ പീസസും കുറച്ച് സവോളയുടെ ഗ്രേവിയും കൂടി ആയിട്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഗ്രേവി നമുക്ക് ചോറ് വേവിക്കാനായിട്ട് ഉപയോഗിക്കാമേ. അതിനകത്ത് ഒരു മുട്ട പൊട്ടിപ്പോയായിരുന്നു. അത് കാരണം അതിൻ്റെ ഷേപ്പൊക്കെ പോയത്. ഇതിപ്പം ഗ്രേവിയായി. ഈ ഗ്രേവിക്കകത്ത് ഇതിപ്പോൾ ഏകദേശം 1 കപ്പോളം ഗ്രേവി ഉണ്ട്. അപ്പം ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തതെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിന് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം മൊത്തം ഇപ്പോൾ ഇതെല്ലാം കൂടെ 2.5 കപ്പ് വെള്ളമായിട്ടുണ്ട്. ഞാനിത് വേറൊരു അടുപ്പിലേക്ക് വെച്ച് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. എന്നിട്ട് ഈ അടുപ്പിൽ നമുക്ക് ചോറിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒത്തിരി നെയ്യ് ഉപയോഗിക്കാറില്ല. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്തുണ്ട്. അതിൽ നമ്മൾ ഗാർണിഷിന് വേണ്ടി അരിഞ്ഞ് വെച്ചെന്ന് വെച്ചാൽ സവോള അതിനകത്ത് ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 10ഓളം കശുവണ്ടി ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കിസ്മിസ് ഉണ്ട്. അത് നന്നായിട്ട് ഇത് ഉള്ളി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഇടാം. ഇതിപ്പം ഏകദേശം എൻ്റെ ഉള്ളി വഴന്നു. ഇനി നമുക്കതിനകത്ത് കശുവണ്ടി കാജു ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ കിസ്മിസിന് അധികം മൂപ്പില്ലാത്ത കാരണം നമുക്ക് കിസ്മിസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് കോരേണ്ടി വരും. പിന്നെ ഞാൻ കിസ്മിസ് ഇട്ട് അതിങ്ങോട്ട് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള നെയ്യ് തന്നെ ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ബേ ലീഫ് ഇടുന്നുണ്ട്. എൻ്റെ ഈ കുഞ്ഞിതായതുകൊണ്ട് 3 എണ്ണം. നിങ്ങൾക്ക് വലുതാണെങ്കിൽ 1 2 എണ്ണം ഇട്ടാൽ മതി. ഒരു 10-12 കുരുമുളക് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 2 ചെറിയ കറുവാപ്പട്ട ഇട്ടിട്ടുണ്ട്. 4-5 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാനിട്ട് സാജീര എന്ന് പറയും കേട്ടോ. അത് നമ്മുടെ ജീരകപ്പൊടി, നല്ല ജീരകവും അല്ല പെരുംജീരകവും അല്ല, സാജീര എന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണിക്ക് ഇടുന്നൊരു ജീരകം. അതും ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഊറ്റി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കണേ. അരി ഇട്ട് കഴിഞ്ഞിട്ട് അരി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വെള്ളം തിളച്ചു. ഞാനത് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ അരി നമ്മൾ നെയ്യിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതെന്ന് വെച്ചാൽ ബിരിയാണിയുടെ പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അരി നമ്മളെടുക്കുമ്പോഴത്തേക്ക് അത് 2ആയിട്ട് ഒടിയണ പരുവം വരെ നമ്മൾ വറക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ബിരിയാണിയുടെ ആ ഒരു
ഫ്ലേവറും ഇതെല്ലാം വരത്തുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി നോക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് രണ്ടായിട്ട് പൊട്ടും നമ്മളിങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്ക്. അതായത് കടിക്കുമ്പോൾ പൊട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി മയത്തിലിരിക്കാൻ പാടില്ല. ആ പരുവം വരെ നമുക്ക് ഇളക്കണേ. ഇപ്പം ഞാൻ എൻ്റെ അരിയെല്ലാം വെന്തായിരുന്നു. ഞാൻ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച വെള്ളം അതിലൊഴിച്ചു. ഇപ്പം നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ഉപ്പിന് ആവശ്യത്തിന് അതിടണം. ഇപ്പം ഞാനൊരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചതാണ്. നാരങ്ങ പിഴിഞ്ഞ് വെച്ച് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഉപ്പ് നോക്കണം. ഒരിത്തിരി വെള്ളത്തിന് ഇത്തിരി കൂടുതൽ ഉപ്പ് നിൽക്കണം, എന്നാൽ ആ ചോറിനകത്ത് നന്നായിട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇപ്പം ഞാനത് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വെന്തു. ഇപ്പം ഞാനൊരു കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. അത് കുറച്ച് ഇതിനകത്ത് ഇടാം, കുറച്ച് നമുക്കിത് ഒന്നിച്ചാക്കുമ്പോഴത്തേക്ക് ഇടാം കേട്ടോ. ഇതൊന്ന് ഇളക്കിയിട്ട്, ഒരുപാട് എപ്പോഴും ഇളക്കരുത്. ഇതിപ്പോൾ ജസ്റ്റ് ആ വെള്ളത്തോടു കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചു. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഏകദേശം ഇതായി നമ്മുടെ അതിനകത്തൊരു കുഴിയൊക്കെ വീഴുന്ന പരുവമായിട്ടുണ്ട് ആ ചോറിനകത്ത്. ആ പരുവാകുമ്പോഴത്തേക്ക് അത് മാറ്റി വയ്ക്കണേ. ഇനി ഇത് ചിക്കനും ചോറും കൂടെ എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ വേറൊരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ ഇടാം, ആവശ്യത്തിന് ഉപയോഗിക്കാം. നമ്മളിത് ലെയർ ചെയ്യണതിൻ്റെ ഇടയ്ക്കും നെയ്യ് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഞാൻ ഒത്തിരി നെയ്യ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഉണ്ടായിരുന്നു, അത് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നെയ്യ് അത് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിപ്പം മുഴുവനും വെന്തിട്ടില്ല ചോറ് കേട്ടോ. ഇനിയുള്ള ഇതിലാണ് മുഴുവനും വേണ്ടത്. ഇതിപ്പോൾ ഈ പരുവത്തിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഇപ്പം നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേങ്കിൽ എനിക്ക് നെയ്യ് ഇവിടെ ഒത്തിരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് നെയ്യ് കുറവാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ പൊക്കത്തിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇടുന്നത്. ഇപ്പം ഞാൻ ചിക്കനും മുട്ടയും അതെല്ലാം കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി അതൊന്ന് നേരെ വെച്ചിട്ട് ഇപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും തൂവി കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്ന മസാല, ഓണിയൻ്റെ ഫ്രൈയും ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളിതെല്ലാം ബാക്കി ചോറും കൂടെ അതിൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഉള്ളി വറുത്തതും മല്ലിയിലയും പുതിനയിലയും കണ്ടിച്ചതും ഇട്ട് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് ഇങ്ങനെ അടച്ചു വെച്ച് ഇത് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അടച്ചു വെച്ചിട്ട് അത് സ്റ്റീം ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ പറയണം കേട്ടോ, എന്നാലല്ലേ എനിക്കതൊരു എൻകറേജ്മെൻ്റ് ആവത്തുള്ളൂ. ഇപ്പം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും അരി ഇങ്ങനെ ഡയറക്റ്റ് ഇത് ചെയ്യുമ്പോഴത്തേക്കും അത് അടിയിൽ കരിഞ്ഞു പിടിച്ചാലോ എന്ന് ആലോചിക്കില്ലേ. പക്ഷെ അങ്ങനെ ആവില്ല. അതിന് ഞാനൊരു ചെയ്യുന്നൊരു മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ. നമ്മളധികം യൂസൊന്നും ചെയ്യാത്തൊരു പാത്രം കാണുമല്ലോ വീട്ടിൽ, അതെടുത്ത് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ നമുക്ക് ഇത് സ്റ്റീം കൊടുക്കാം. പക്ഷേങ്കിൽ ഞാൻ അതിൻ്റെ പുറത്തൊരു വെയിറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെച്ചാൽ മതി, കാരണം ഒട്ടും സ്റ്റീം പുറത്ത് പോകാതിരിക്കാനായിട്ട്. ഇത് വീട്ടിൽ തേങ്ങ പൊട്ടിക്കണ കല്ലാണ്, അത് ഞാൻ എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, എന്നാലത് ആവത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറേ തീ വരും. ഇല്ലെങ്കിൽ നമുക്ക് ആട്ട കുഴച്ചിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ആട്ട ഒട്ടിച്ച് വെച്ചാലും മതി. ഇത് ഒട്ടും സ്റ്റീം പുറത്ത് പോകാതിരിക്കാം. പക്ഷേ
അത്രയും സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ ചെയ്യണേ. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം. നല്ലൊരു ബിരിയാണി റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാവരും ഇതെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് പറയണം, ഷെയർ ചെയ്യണം കേട്ടോ.